അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങളൊന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇല്ല കേട്ടോ. പാചകമേ ഇല്ല. ഇന്ന് നല്ല ഒരു അടിപൊളി ടിപ്സ് ഉണ്ട്. പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്സ്. അപ്പം മുഖം നമ്മുടെ നല്ല വേട്ടി തിളങ്ങി എല്ലാവരും സുന്ദരിയൊക്കെ ആകാനുള്ള നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. പിന്നെ കല്യാണ വിശേഷങ്ങളും ഉണ്ട്. അപ്പം ഞാനൊരു കല്യാണത്തിന് പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയാൽ എടുക്കാം, നമുക്കറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ മഴയാണ്. രാവിലെ കുറച്ചു നേരം പെയ്ത് നല്ലതായിട്ട് തോർന്നൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് പെയ്ത് തുടങ്ങിയത് കേട്ടോ. നല്ല മഴക്കോട് വന്നിട്ട് അങ്ങ് പെയ്യുമല്ലോ, നമുക്കറിയാലോ. ഇപ്പം വരി ഇരുണ്ട് മൂടി കറത്തിരുണ്ടാ ഇങ്ങോട്ട് വന്നത്. എന്താ മഴയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ. മഴ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കണം. മഴ അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നും പെയ്യുന്നതിനോട് എനിക്ക് വലിയ ഇതില്ല. കാരണം നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല. നമ്മുടെ തുണി നന പരിപാടിയാണ് ഒട്ടും നടക്കാത്തത്, അല്ലേ. ഇപ്പം ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പം പെട്ടെന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ പോവാം. അപ്പം നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആയാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഫേഷ്യലാണ് കാണിക്കാൻ പോകുന്നത്. സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം. ആദ്യം നമ്മൾ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇതാ കണ്ടല്ലോ. ഇനി ഇതിനകത്തേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടല്ലോ. ഇതിനി നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കാം. ഈ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റും പിന്നെ നല്ല ബ്രൈറ്റും ലൈറ്റും ഒക്കെ ആകാനായിട്ട് നമുക്ക് നല്ല ഒരു ഇതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പം ക്ലെൻസിങ് ആണ് ഇത്. ശരിക്കും 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ അഴുക്ക് എല്ലാം മാറും, ഓയിലും എല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആകും ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ മുഖത്തൊക്കെ ഇഷ്ടംമാതിരി അഴുക്കുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കളയണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ക്ലെൻസിങ്. ഞാൻ ഇതിനകത്ത് 3 സ്റ്റെപ്പുണ്ട്. ഞാനത് സ്ക്രബ് ഞാൻ ചെയ്യത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്രബ് ചെയ്താണ്. സ്ക്രബ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യാം, ക്ലെൻസിങ് ചെയ്യാം. നമ്മുടെ മുഖത്തെ അഴുക്ക് പോയി കിട്ടും. ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ക്രബ് ചെയ്യരുത് കേട്ടോ എല്ലാ ദിവസവും. നമ്മുടെ മുഖത്തെ അഴുക്കെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ച് കളയാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാ കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമുക്ക് രാവിലെ ഇപ്പം കല്യാണത്തിന് പോകണം, പാർലറിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്യാം. ഞാനിത് രാവിലെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. കഴുത്തിലും ചെയ്യണം കേട്ടോ. എടുത്തൊന്ന് തുടച്ചു കൊടുക്കും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസവും ചെയ്തതാണ്. അതുകൊണ്ട് സ്ക്രബ് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല. ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും പരിപാടിയുള്ളൂ. ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എന്തെല്ലാമെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ശക്കലം നമ്മുടെ മുഖത്തിന് എത്ര വേണോ അത്ര എടുക്കുക. കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച്
കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ബ്രൂവിൻ്റെ ആണ്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും. അത് നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായ്ക്ക് തയ്യാറായി. ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം. നല്ലൊരു പായ്ക്കാണ് കേട്ടോ. നല്ല ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് സ്കിന്നിന് നല്ല ബ്രൈറ്റ്, നല്ല ഗ്ലോ ഒക്കെ ആക്കി തരും. നമുക്ക് പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ആവി പിടിക്കുക, സ്ക്രബിങ് കഴിഞ്ഞിട്ട് ആവി പിടിക്കുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതൊന്നും നമുക്ക് ചെയ്യണ്ട. ഇപ്പം നമ്മൾ സ്ക്രബൊക്കെ എപ്പോഴും ചെയ്യുന്നവരാണെങ്കിൽ, ഇടയ്ക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ആ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് ഈ പായ്ക്ക് മാത്രം ഇട്ടുകൊണ്ട് പോകാം. ഞാൻ പിന്നെ ഫേസ് ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലെൻസിങ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ക്ലെൻസിങ്, സ്ക്രബിങ്, മാവ് പിടിക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പായ്ക്ക് മാത്രമായിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഞാനിപ്പം ഈ പായ്ക്ക് മാത്രമായിട്ടാണ് ഇടുന്നത്. ഇത് മാത്രമായിട്ട് ഇട്ടാലും നമുക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നൊരു കല്യാണമുണ്ട്, അതിന് പോകാനായിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പാർലറിലൊന്നും പോകുന്ന ഒരാളല്ല. എനിക്ക് പാർലറിലോട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഫേസിലൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊന്നും പറ്റില്ല. അതേസമയം നമ്മൾ ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരും. അതുകൊണ്ട് എല്ലാവരും കഴിവതും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഈ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോഴും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴേന്ന് മേളിലോട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഇപ്പോൾ ഒരു കയ്യിൽ ഞാൻ ആ പാത്രം ഇരുന്നുകൊണ്ടാണ് 2 കയ്യിലും എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇതിപ്പം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് നെറ്റിയിലെല്ലാം ഇങ്ങനെ തേച്ചു. നെറ്റിയിലെ ചുളിവൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഇത് ചെയ്യാത്തവരൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസിനൊക്കെ നല്ല ഗ്ലോ ഒക്കെ കിട്ടത്തുള്ളൂ. എന്താ ഇങ്ങനെ നമ്മളിങ്ങനെ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. എനിക്കാണെങ്കിൽ 10 മണിക്കാണ് പോകേണ്ടത് ഇവിടുന്ന്. 10:30 എങ്ങാണ്ട് 10:45 എങ്ങാണ്ടാണ് കല്യാണം. അപ്പം അതിന് പോകുന്നതിന് മുന്നേ ഞാൻ ചെയ്യുക. രാവിലെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രാവിലെ ചെയ്താൽ മതിയാവും. തലേദിവസം ചെയ്യണമെന്നൊന്നുമില്ല. ഇത് സ്പോട്ടിൽ റിസൾട്ട് കിട്ടുന്നതാണ്. കഴുത്തിൽ കൂടെ പാക്കറ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് കഴുത്തിൽ വിട്ട് കൊടുക്കാം. കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമുക്കിത് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളിത് കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ കല്യാണത്തിന് വല്ല നമ്മളെ പരിചയമുള്ളവരൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഫേസിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാനിങ്ങനെ ചെയ്തിട്ട് വെളിയിലിറങ്ങുന്ന ദിവസമൊക്കെ എല്ലാവരും ഇതുപോലെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് 20 മിനിറ്റിന് ശേഷം 20ഓ 15ഓ നിങ്ങളുടെ സൗകര്യം പോലെ കേട്ടോ, അതിൽ കുറയ്ക്കരുത്. 15ഓ 20ഓ മിനിറ്റ് ഇതുപോലെ ഇത് മുഖത്ത് വയ്ക്കുക കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. തൈരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് ചെയ്തായിരുന്നു. ആ പാക്കും നല്ലതാണ്, ഇതും നല്ലതാണ്. ഇത് കോഫി ഫേഷ്യലാണ് ശരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്തുവാ, നമുക്ക് ഒരു മുടക്കുമില്ല. മുടക്കെന്ന് വെച്ചാൽ 2 രൂപയുടെ 1 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ.
എല്ലാവരും ഇപ്പം കോഫി പൗഡറൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. പിന്നെ കടലമാവ് ചിലപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല. എന്നാലും കടലമാവ് നമുക്കൊന്ന് പോയി വാങ്ങിച്ചിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. ഇതിനകത്ത് വില കൂടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ 20 മിനിറ്റായി. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിന്ന് ഉണങ്ങി ഇങ്ങനെ ഒന്ന് വലിയും കേട്ടോ. വലിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഇതേമാതിരി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തുടച്ചാൽ മതിയാകും. തുടയ്ക്കുക കഴുകുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തുടയ്ക്കുവാണ്. ഇപ്പം കഴുകാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം നിങ്ങളുടെ അടുത്ത് പോകുന്ന. അതുകൊണ്ടാണ് കണ്ടോ, നല്ല വെട്ടം കിട്ടുന്നില്ലേ മുഖത്തിന്, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. ഇത് തുടച്ച് മാറ്റുമ്പോൾ നമുക്കറിയാൻ പറ്റും നന്നായിട്ട്. കണ്ടോ, ഇപ്പം തന്നെ അറിയാം. കണ്ടോ, നല്ല ഒരിതാ, നല്ല ഗ്ലോയാണ് മുഖത്തിന്. തിളക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മുഖം വെട്ടി തിളങ്ങുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ, ഇപ്പം ഇന്നാ ഫംഗ്ഷൻ എങ്കിൽ ഇന്ന് രാവിലെ ചെയ്താൽ മതിയാവും കേട്ടോ. തലേദിവസം ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ രാവിലെയൊക്കെ ഒത്തിരി രാവിലെയൊക്കെ പോകേണ്ടവർക്ക് തലേദിവസവും ചെയ്യാം കേട്ടോ. ഒത്തിരി ദിവസം മുന്നേ ചെയ്യരുത്, തലേ ദിവസം ചെയ്യുന്നത് നല്ലതാണ്. അന്ന് രാവിലെ നമ്മൾ പോകുന്ന പിന്നെ ഫംഗ്ഷനൊക്കെ ഉള്ളത് അന്നത്തെ ദിവസം രാവിലെ ചെയ്താലും മതിയാവും. അല്ലാണ്ട് തലേദിവസം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് വെച്ചു. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖത്തിൻ്റെ ഇത് കണ്ടോ, ഗ്ലോ കണ്ടോ, മുഖത്തിൻ്റെ ഗ്ലോ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ, നന്നായിട്ട് ഗ്ലോ കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ മുഖം കാണുമ്പോഴറിയാം. ഇനി നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നന്നായിട്ട് ചെയ്ത്. ഇനി ഞാൻ കഴുത്ത് തുടച്ചില്ല. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിതിടയ്ക്ക് ചെയ്യുന്ന ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാനിത് പെട്ടെന്ന് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് സമയമില്ലെങ്കിലും ഒരു ശകല സമയം മതിയല്ലോ ഇതിന്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാവരും നല്ല സുന്ദരികളായിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് അത്ര പാടുള്ളതൊന്നും അല്ലല്ലോ. ഒന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞില്ലേ. ഇപ്പം തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 10 മണിക്ക് കല്യാണത്തിന് പോകേണ്ടതാണ്. ഇപ്പം മണി 8 ആയതേ ഉള്ളൂ. 8 മണി ആയപ്പോഴത്തേക്ക് ഞാനിത് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ശകല സമയം മതി. അപ്പം ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. അപ്പോളേ ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കല്യാണത്തിന് പോകാനായിട്ട് സാരിയൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അന്ന് ഞാൻ കാണിച്ചില്ലേ സാരി എങ്ങനെ ഈ ഫ്ലീറ്റൊക്കെ എടുത്ത് പിൻ ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ ഇന്നലെ ചെയ്ത കാര്യം കേട്ടോ. ഇന്നലെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് ഓർത്ത. പിന്നെ ഓർത്തു നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ടാമതെടുത്ത് കാണിച്ചു തന്നേനെ. അന്ന് സാരിയുടെ വീഡിയോ ഞാൻ കാണിച്ചു കണ്ട. ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഉടുത്തോണ്ട് ഓടാം. നമ്മുടെ സമയം ഒത്തിരി ലാഭം കിട്ടും കണ്ട. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാമേ. അപ്പൊ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. SK ഓഡിറ്റോറിയം എന്ന് പറയും, അവിടെ വെച്ചാണ് കല്യാണം. പിന്നെ മഴയുടെ കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. മഴയില്ലെങ്കിൽ 2 വീലറെ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. മഴയാണെങ്കിൽ കണക്കാ, മഴയാണെങ്കിൽ ഓട്ടോയ്ക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടാ, ഞാൻ സാരിയൊക്കെ ഇന്നലെ പിൻ ചെയ്ത് വെച്ചിരിക്കുവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കണ്ട. അപ്പൊ നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ട. പിന്നെ ഞാൻ മുടി ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇരിക്കട്ടെ മുടിയെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്താണ് കെട്ടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് വേണ്ട, ഇപ്പോഴും അങ്ങനല്ലേ കെട്ടിക്കൊണ്ട് പോന്നെ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കെട്ടി. കൊള്ളാലോ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ മാത്രമല്ലേ അത് നമുക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പം നനഞ്ഞ മുടിയാണ്, കുളിച്ചിട്ട് കുറച്ച് നേരം ആയുള്ളൂ, അത് കെട്ടി വെച്ചിരിക്കുക. അപ്പം വന്നിട്ട് നമുക്ക് അഴിച്ചിടാം അല്ലേ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് രാവിലെയാണ് കല്യാണത്തിന് പോലെ പെട്ടെന്നൊരു ഫേഷ്യൽ ചെയ്തേക്കാന്നും പറഞ്ഞ് ചെയ്തു. അപ്പം അതാ ചെയ്ത് കഴിഞ്ഞുള്ള മുഖമാണ് ഈ കാണുന്നത്. ഇപ്പം മുഖത്ത് നമ്മുടെ നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും അല്ലേ. നല്ല നമുക്ക് എനിക്കറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ പറ്റണമെന്നില്ല, നമ്മുടെ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് മറ്റൊരാൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുഖത്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. നമ്മൾ പിന്നെ പാർലറിലൊന്നും പോകാത്ത ആൾക്കാരല്ലേ, നമുക്ക് വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള പണികളൊക്കെ നമുക്കുള്ളൂ അല്ലേ.
അപ്പൊ ഞാൻ റെഡിയായേ. ഒരാള് ദേ ഒരുങ്ങി വരുന്നുണ്ട്. ഇതാ നോക്കിക്കേ, കസിന്റെ മോടെ കല്യാണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആരുടെ കല്യാണമാണ്. കസിന്റെ മോടെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പുള്ളിക്കാരത്തി കാണിക്കും. കാണിക്കാൻ പറ്റിയ എടുക്കാം അല്ലേ? എടുക്കാം. ഇവിടെ നിന്നൊരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. പ്രശസ്തമായ കളറോഡ് മഹാ ക്ഷേത്രത്തിന്റെ അടുത്താണ്. അതായത് നമ്മുടെ NH-ന്റെ 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. പോയിട്ട് പോകുമ്പോൾ പഴവീട്ടിലൊന്ന് തൊഴുതിട്ട് പോകാന്ന് വിചാരിച്ചു. പഴവീട് അമ്പലത്തിൽ കയറിയിട്ടേ പോകാന്ന് വിചാരിച്ചത്. ആ വെയിൽ വന്നിട്ടുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ തെളിഞ്ഞതാ. പെയ്യാതിരുന്നാ മതിയായിരുന്നു. കല്യാണക്കാർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ വരവാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഞങ്ങൾ അങ്ങനെ പോകാൻ റെഡിയായി. വണ്ടിയൊക്കെ എടുക്കുവാണ്. അങ്ങനെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങുക. അതേ രവിച്ചേട്ടൻ വണ്ടിയൊക്കെ എടുക്കുന്നു. അപ്പം ഗേറ്റ് തുറക്കാനായിട്ട് പോകുന്നു. റോഡിൽ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ടെന്നേ. അപ്പം നമുക്ക് ഈ വെള്ളം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ, പ്രത്യേകിച്ച് വല്ലയിടത്തുമൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലേ. ഇത് കണ്ടോ, എൻ്റെ കോളാമ്പി തലയും കുത്തി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കമ്പിൻ്റെ ക്ഷാമമൂലം അവൾ അങ്ങനെ കിടക്കുവാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ വെയിലുണ്ട്. അപ്പോൾ പിന്നെ ഇനി കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് നാട്ടണം. അപ്പം ചേട്ടൻ്റെ വണ്ടിയെ കയറി. ഇനിയിപ്പം ഞാനും കൂടെ കയറിയിരിക്കാം. കണ്ടോ റോഡിലെ വെള്ളം കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ റോഡിൽ വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ പോയിട്ട് വരാം. ഇറങ്ങി. എന്തായാലും മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര ഭാഗ്യം. സാധാരണ എന്നും രാവിലെ മഴയല്ലേ, അതുകൊണ്ട് എങ്ങോട്ടും പോകാനായിട്ട് തോന്നിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൽ കയറിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലെത്തി. ഇനി തൊഴട്ടെ. ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആകും. ഇത് കണ്ട് 2 സൈഡിലും നിറച്ച് വണ്ടിയാണ്. നമ്മളെവിടെ കൊണ്ട് വയ്ക്കും വണ്ടി? വണ്ടി വെക്കാനാണ്. നോക്കി ഓടിക്കും. വണ്ടി വരുന്നു, തിരിയാതെ വണ്ടിയല്ലേ. 2 സൈഡിലും വണ്ടിയുണ്ട് കേട്ടോ. 2 സൈഡിലും ഉണ്ട് നിറച്ച്. അവിടുത്തെ പാർക്കിംഗ് കാണും. ആയിരിക്കും. നമുക്കിവിടെ എങ്ങാനും വയ്ക്കും. ഇതാണ് ഓഡിറ്റോറിയം. ആ വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. ഭയങ്കര ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. ഇപ്പോൾ അവിടെ ഒന്നും വണ്ടി വയ്ക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ട് ഇതിനകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി വെച്ചു. ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗണപതി ഭഗവാനെ വെച്ചിട്ടുണ്ട്. വിഘ്നങ്ങളുടെ ദേവനാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെയല്ലേ മിക്കയിടത്തും ഉണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് 2 മേളിലായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റെയർ കേസ് കയറി മേളിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രവിച്ചേട്ടൻ അവിടെ ആരാണ്ട് പരിചയക്കാരെ കണ്ടു. അപ്പം കണ്ട് വർത്താനം പറഞ്ഞേച്ച് വീണ്ടും മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. നല്ല ഒത്തിരി സൗകര്യമുള്ള ഓഡിറ്റോറിയം അത് കേട്ടോ. ഇഷ്ടമാതിരി ആൾക്കാർക്ക് ഇരിക്കാം. നല്ല സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമുണ്ട്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പാട്ട് പറ്റത്തില്ലല്ലോ. ഇതാണ് ഹോളിനകം കണ്ട. സ്റ്റേജൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എന്താ അല്ലേ, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരിതാണ് കണ്ട. അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടു. അപ്പം അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് കുറച്ച് നേരമൊക്കെ നിന്നു. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ആൾക്കാരെയൊക്കെ കാണാനൊക്കെ പറ്റത്തുള്ളൂ. ഇവരെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിടാതെ പിന്തുടർന്ന് വർത്താനം പറയാമായിരുന്നു. ഇഷ്ടമാതിരി കാര്യങ്ങൾ നമുക്ക് പറയാനില്ലേ. അപ്പം ഇഷ്ടം പോലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളേ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുമായിരുന്നെന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലൊക്കെ കണ്ടോ, പെണ്ണിനെ കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത് കണ്ടോ. ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടാണ്. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയാണല്ലോ. ഇപ്പം ഭയങ്കര ഇതായിരിക്കുവാണ്. ചിലപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കഥകളി ആയിരിക്കും. ഇന്നാള് ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും കഥകളിയൊക്കെ ആയിരുന്നു. ഇതിപ്പം മോഹിനിയാട്ടമാണ്. അപ്പം പെണ്ണിനെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അല്ലേ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വലിയൊരു ആഘോഷം ഇല്ലായിരുന്നു. ഇപ്പം ശരിക്കും ഭയങ്കര ആഘോഷം തന്നെയാണെന്ന് പറയാം. അതാണ് പെണ്ണും ചെറുക്കനും. കുറച്ചൊക്കെ എനിക്ക് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. പിടിച്ചെടുത്തോളം എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്.
നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. എപ്പോഴും ഫോണും കൊണ്ട് നടക്കുമ്പോൾ തന്നെ വിചാരിക്കത്തില്ല എന്തുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, എന്നാ ഇതിൻ്റെ ഏണിങ്സ് കിട്ടിയല്ലേ, ചെലവ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം സ്റ്റേജിൽ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനും കൂടെ നടുവിലിരുത്തിക്കൊണ്ട് അവർ മോഹിനിയാട്ടം കളിക്കുവാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അല്ലേ. നമ്മൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. പക്ഷെ ഇതിൻ്റെ പാട്ടൊന്നും കാണാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി രസമാണ്. പക്ഷെ നമുക്ക് പാട്ടിടാനുള്ള അധികാരം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ പാട്ടെല്ലാം മാറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. പാട്ട് കേട്ട് നമ്മൾ മോഹിനിയാട്ടം കാണുമ്പോഴത്തേക്കും എന്താ രസം അല്ലേ, നല്ല രസം നമുക്ക് തോന്നും. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കാര്യങ്ങളും ചിന്തിക്കാറില്ല. അപ്പം ഇത് തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെയും വിളിച്ചു കേട്ടോ, ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണാനിരുന്നത് 3-ാമത്തെയോ 4-ാമത്തെയോ പന്തിക്കെങ്ങാണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ണാനിരുന്നത്. അപ്പം എന്താ നല്ല അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പർ സദ്യ ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല എന്താ പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ ഈ സദ്യ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും പിടിക്കാത്തതാണ്, പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കൊരു രസമൊക്കെ തോന്നുമല്ലോ. മഴയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.